കൊല്ലം DCC ഓഫീസിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ബിന്ദു കൃഷ്ണ മന്ത്രിയാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ വനിതാ കോൺഗ്രസ് പ്രവർത്തകർ. അവരൊക്കെ ഇപ്പോൾ DCC ഓഫീസിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ മന്ത്രിയാകാൻ പോകുന്നു, എന്താ മനസ്സിൽ തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നു. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൊല്ലം ജില്ലയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്ത ഒരു ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണിത്. ഇതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അടുത്ത 5 വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബിന്ദുകൃഷ്ണ മന്ത്രിയാകുമ്പോൾ വനിതകൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളെ ഒരുപാട് നാളായി നയിച്ചുകൊണ്ട് പോയ ഒരാളാണ് ബിന്ദുകൃഷ്ണ. ഞങ്ങളുടെയൊക്കെ ഒരു കൂടപ്പിറപ്പാണ്. അപ്പം ബിന്ദുകൃഷ്ണയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. കൊല്ലത്തിൻ്റെ ഞങ്ങളൊക്കെ പറയുന്ന ഒരു കൊല്ലത്തിൻ്റെ ദീദി, ഞങ്ങളുടെയൊക്കെ ദീദി. അത് മഹിളകൾക്ക് വേണ്ടി മാത്രം അവർ നിലകൊള്ളും. അവർ കിട്ടിയിരിക്കുന്ന വകുപ്പ് നല്ല പോലെ കൈകാര്യം ചെയ്യും. ഇവിടെ സ്ത്രീകൾക്ക് നല്ല ഉന്നമനമുണ്ടാകും. അവർ വഹിക്കുന്ന ആ വകുപ്പുകളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അവരിനിയും അടുത്ത മന്ത്രിയുമാകും. ആ വകുപ്പുകൾ പലതും അവർ വഹിക്കും എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ. ഞങ്ങളുടെ മന്ത്രിയാണ്, ഞങ്ങളുടെ സഹോദരിയാണ് ബിന്ദുകൃഷ്ണ. അതിലുപരി സ്ത്രീകൾക്ക് സുരക്ഷിതമായി സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു അവകാശമുണ്ടാകും. അതാണ് കൊല്ലത്തിന്റെ ദീദി എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിച്ചത്. അങ്ങനെ തന്നെയാണോ? അതെ 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 വളരെ സത്യസന്ധമായും നീതിയുക്തമായും പെരുമാറുന്ന, അനീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു വനിതയാണ് ബിന്ദുകൃഷ്ണ മാഡം. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് വനിതാ ശിശു വികസന വകുപ്പും പിന്നെ സമൂഹനീതിയും കിട്ടിയതുകൊണ്ട് വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യും. എങ്ങനെയായിരിക്കണം മന്ത്രി എന്നുള്ളതിൽ ബിന്ദുകൃഷ്ണ പ്രവർത്തിക്കേണ്ടത്? ജനങ്ങളോടൊപ്പം തോറ്റ അവസരത്തിലും ചേച്ചി 5 വർഷക്കാലം കൊല്ലത്തെ ജനങ്ങളോടൊപ്പമായിരുന്നു. അവരുടെ സുഖദുഃഖങ്ങളിലെല്ലാം ഒരു വിരലടയാളത്തിൽ ചേച്ചി എന്നും ഉണ്ടായിരുന്നു. ഇനിയും ഈ 5 വർഷക്കാലം കേരളത്തിന് വേണ്ടിയിട്ട് ചേച്ചി ഓടി നടന്ന് പ്രവർത്തിക്കും. ഞങ്ങൾക്ക് ചേച്ചി ആവേശമാണ്, ആത്മാഭിമാനമാണ് സ്ത്രീകൾക്ക്. സന്തോഷമാണ്. ഈ 5 വർഷക്കാലം സ്ത്രീകളെ ചേർത്ത് പിടിച്ച് എവിടെ ഒരു അനീതി കണ്ടാലും ഉടൻ തന്നെ പ്രതികരിക്കും. അത് വളരെ ഞങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. 5 വർഷത്തെ ഞങ്ങളുടെ സമര പോരാളിയാണ്. ഞങ്ങൾ മഹിളാ കോൺഗ്രസ്സുകാരെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് എല്ലാ സമരമുഖത്തും ചേച്ചി ഞങ്ങൾക്ക് ആവേശമാണ്. അക്രമങ്ങൾക്കെതിരായി ഞങ്ങൾ എല്ലാ സമരങ്ങളിലും കഴിഞ്ഞ 5 വർഷം കൊണ്ട് സജീവമായിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം സംഘടനാപരമായ നേതൃനിരയിൽ തന്നെ ബിന്ദുകൃഷ്ണ ഉണ്ടായിരുന്നു. ബിന്ദുകൃഷ്ണ മന്ത്രിയാകുന്നതിൽ വളരെയധികം പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കൊല്ലം DCC ഓഫീസിലെത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. അവർക്ക് ബിന്ദുകൃഷ്ണയ്ക്ക് വളരെ നല്ല രീതിയിൽ മന്ത്രിയായി ശോഭിക്കാൻ കഴിയും എന്നും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു. വീഡിയോയിലെ സ്റ്റജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ കൊല്ലം.